നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സെപ്റ്റംബർ 14 അഷ്ടമി രോഹിണി. നാടെങ്ങും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖം മൂടിയണിഞ്ഞ് DIG ഓഫീസിലേക്ക് മാർച്ച്. ദേശീയപാത നിർമ്മാണത്തിലെ ഗതാഗത കുരുക്കും അപാകതകളും പരിഹരിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS രംഗത്തിറങ്ങി. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് വികാരി ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണനെ പോലെ കാൽപ്പനിക പൊലിമ നിറഞ്ഞൊരു കഥാപാത്രം ലോകത്തിൽ എഴുതപ്പെട്ട ഒരു ഇതിഹാസങ്ങളില്ല എന്ന് പറയാം. എല്ലാ വികൃതികളും സുഹൃതങ്ങളാക്കി മാറ്റി കണ്ണൻ കൊല്ലാനെത്തിയ അസുരന്മാരെ വണ്ടി, പശുക്കുട്ടി എന്നൊക്കെ കളിപ്പാട്ടങ്ങളാക്കി കളിച്ചു കൊന്നു. അവതാര ലക്ഷ്യമായ കംസവധം തന്നെ നോക്കൂ. എത്ര കളിയായിട്ടാണ് കംസനെ ആദ്യം ഒരു അശരീരി കൊണ്ട് ഞെട്ടിച്ച് പതുക്കെ പദം വരുത്തുകയായിരുന്നു. അതുകൊണ്ട് കംസകൃഷ്ണ മഹായുദ്ധം പ്രതീക്ഷിച്ചവർ നിരാശരായി. രാമരാവണ യുദ്ധത്തിനു ശേഷം അതിലും മികച്ചതൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ലോകം. ചാണു മല്ലന്മാർ നിലം പൊത്തുന്നത് കണ്ട് പേടിച്ച് മാളത്തിൽ കിടക്കുകയായിരുന്ന കംസനെ കൃഷ്ണൻ ഒന്ന് കളിയാക്കിയപ്പോൾ തൊട്ടപ്പോൾ കംസൻ ചാരമായി. ഭീമൻ യുദ്ധങ്ങളിൽ വിയർപ്പൊഴുക്കി ജയിക്കലല്ല കൃഷ്ണന്റെ രീതി. ജരാന്ധനെയും കാലയവനെയും ദുര്യോധനനെയും ജയിച്ച തന്ത്രങ്ങൾ സൈന്യത്തെ കൗരവർക്കും പാഞ്ചവർക്കും വീതിച്ചു കൊടുത്തതിന്റെ പൊരുൾ തുടങ്ങി തകർന്നു വീണിട്ട് പോലും ദുര്യോധനന് മനസ്സിലായില്ല. കൃഷ്ണന് ആത്യന്തികമായി ധർമ്മ സംസ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്റെ ഹിറ്റ് ലിസ്റ്റിൽ മക്കളും മരുമക്കളും ബന്ധുക്കളും ഇല്ലായിരുന്നു. ആചാരങ്ങളും നാട്ടുനടപ്പുകളും അവഗണിക്കാനുള്ളതാണെന്ന് കൃഷ്ണന് നന്നായി അറിയാം. നിയമങ്ങൾ പൊട്ടിച്ചെറിയുക മാത്രമല്ല, പുതിയത് എഴുതാനും കൃഷ്ണൻ മടിച്ചില്ല. കൃഷ്ണൻ അധികാരത്തിലിരുന്നില്ല. കംസൻ, ജരാസനൻ, നരകൻ തുടങ്ങിയവരെ വധിച്ച് അവകാശികളെ സിംഹാസനങ്ങളിൽ ഇരുത്തി ഈ കൃഷ്ണജയന്തി ദിനത്തിൽ ഈ മാതൃക ഭരണാധികാരികൾ പിന്തുടരട്ടെ എന്ന് ആശിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂർ DIG ഓഫീസിലേക്ക് മുഖം മൂടി പ്രതിഷേധം സംഘടിപ്പിച്ചു. KSU പ്രവർത്തകരെ പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. DIG ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ധർണയ്ക്ക് ശേഷം DIG ഓഫീസിലേക്ക് പ്രവർത്തകർ മുഖംമൂടി വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗത കുരുക്കും പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് 18 ഇന കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. അടിപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനും നിർദ്ദേശമുണ്ട്. പിഴവുകളും സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി. അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കി വരുന്നതായി NHAI അധികൃതർ കളക്ടറെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഓൺലൈനായി കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ശോചനീയാവസ്ഥയും സ്വീകരിച്ച നടപടികളും റിപ്പോർട്ടിലുണ്ട്. പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത് തുടരാൻ കോടതി ഉത്തരവിട്ടിരുന്നു. കളക്ടറുടെ മുൻ റിപ്പോർട്ടും പരിഗണിച്ചാണിത്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതും പിന്നീട് നീട്ടിയതും. കളക്ടറുടെ നേതൃത്വത്തിൽ ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. നിരവധി തവണ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന സർവീസ് റോഡിലെ ഇറക്കവും അപകടകരമായ വളവുകളും വശങ്ങളും നിരപ്പാക്കി ടാർ ചെയ്യണം. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ബാരിക്കേഡ് നിർമ്മിക്കണം. സെപ്റ്റംബർ 10 കേസ് പരിഗണിച്ച ഹൈക്കോടതി കളക്ടറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൌരവത്തോടെ കണ്ടു. കളക്ടർ നൽകിയ 18 നിർദ്ദേശങ്ങൾ പാലിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ NHAIയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 544 നിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കൃത്യമായ ഇടപെടലിലൂടെ ഗതാഗത കുരുക്കിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തിന്റെ ശക്തിയും വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതാണ്. ഇതിനായി അധ്യാപകർ രംഗത്തിറങ്ങണമെന്ന് മേജർ PJ സ്റ്റൈജു അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സമ്മതിദാന അവകാശങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ സെമിനാറിൽ
മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ സ്റ്റൈജു. സ്കൂൾ പ്രിൻസിപ്പാൾ ജയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ പ്രിയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മാഗി മാണി പ്രബന്ധാവതരണം നടത്തി. നിയ ബാബു ആമുഖം വായിച്ചു. സെമിനാറിനു ശേഷം ദേശീയ പതാകയും ഭരണഘടനയുടെ ആമുഖ ചിത്രവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ഏറ്റുചൊല്ലി. വളണ്ടിയർമാരായ സാവിയോ സോജൻ, ആൽഡ്രിൻ, അഭിനവ് ദേവൻ, അന്ന സേവ്യർ, ഹന്ന ഡ്രിക്കൂസ്, അശ്വതി ബിനീഷ്, അലഗ്രോ സി ബാബു എന്നിവർ നേതൃത്വം നൽകി. എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവർക്ക് ബുദ്ധിയുള്ള തലയിലേക്ക് പോവാം. മാസ്റ്ററുടെ പയ്യൻ രഞ്ജിത്ത് ബിച്ച് എന്ന് പറയും. അവൻ അന്തർവാഹിനി റിപ്പയറാണ്. 100 ആളാകുകയും ചെയ്യില്ല. എത്ര ആളാ? 100 ആളിലെ ഒരാള് രഞ്ജിത്ത് പിസിയാ, എന്റെ സ്റ്റുഡന്റാ. മനസ്സിലായ? അവൻ അവിടെ ഇന്റർവ്യൂവിന് ചെയ്തത് അവനെ സെൽഫായിട്ട് പറയാൻ പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ള വിഷയം എടുക്കാൻ പറഞ്ഞു. ഇഷ്ടമുള്ള വിഷയം എടുത്താൽ മറ്റു സ്കൂളാണ് പഠിച്ചേക്കണത്. ഓഫീസേഴ്സ്, ഹൈ ഓഫീസേഴ്സ് ഇരിക്കുന്ന നേരത്തെ അവൻ പ്രിസ്ക്രൈബിൽ സംസാരിക്കുന്നത് എന്റെ മാതൃവിദ്യാലയം മറ്റം ഗുരുവായൂരിനടുത്ത് മറ്റം തല്ലിപ്പൊളി സ്കൂള്. ആ സ്കൂളിനെ കുറിച്ച് പറഞ്ഞു ഞാനൊരു രോമാഞ്ചം, ഞാൻ അവിടുത്തെ അധ്യാപകനല്ലേ. അങ്ങനെയാണ് അവനെ സെലക്ട് ചെയ്യണത്. അപ്പൊ അവർക്ക് ചോദിക്കുന്നത് മറ്റം സ്കൂൾ ഏത് മറ്റു സ്കൂൾ ഒന്നുമില്ല. പക്ഷെ അവർ രസമായിട്ട് പ്രസിഡന്റ് അവനെ ടച്ച് ചെയ്താ. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അന്നനാട് സ്കൂള് എന്നെ ടച്ച് ചെയ്തു, NSS ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ആത്മാർത്ഥിയുണ്ട്. അവിടെ നോട്ട് ചെയ്യും, സെലക്ട് ചെയ്യും. വരില്ല എത്ര പേരും? കളക്ടറൊക്കെ ആവോ? ഓട്ടോറിക്ഷക്കാർ എത്ര പേരാവും? മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എല്ലാവരും വേണ്ട. മയക്കുമരുന്ന് കൊണ്ടുവന്നത് വേണ്ടേ? അപ്പൊ ഫോട്ടോയിൽ ഓൾറെഡി ഇഷ്യൂ വരും. അല്ല ഇവിടെ മാത്രമേ മയക്കുമരുന്നുമായി പിടിയില്ല. അന്നനാട് സ്കൂള് 4 പേർ. അവർ NSS വോളണ്ടിയർ ആയിരുന്നു. അത്ര അപ്പൊ പ്രീ ടീച്ചറോട് കുറച്ചുകൂടി റെസ്പെക്ട് കുറവുണ്ട്. ന്യൂ നോർമൽസിന് കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്കത് മുഴുവൻ ചെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒന്ന് കുറച്ച് റെസ്പെക്ട് ചെയ്യുക. അല്ലാണ്ട് ടീച്ചർമാരും നമ്മുടെ വേലക്കാരല്ല. മാത്രമല്ല അവർ ചീത്ത പറയണത് ആ സ്നേഹം കൊണ്ടാണ് നിങ്ങളോട് നമ്മൾ ഓർക്കേട്ടാ. താങ്ക് യു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മൈത്രി ഇല്ലാത്ത ജനമൈത്രി പോലീസിനെതിരെ കർശന നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്.
മൈത്രിയില്ലാത്ത ജനമൈത്രി പോലീസാണ് സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം നടത്തുന്നതെന്നും പരാതിക്കാരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് കോൺഗ്രസ് പാണഞ്ചേരി നടത്തറ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ ഇടിയൻ പോലീസുകാരുടെ ലുക്കൌട്ട് നോട്ടീസ് കോൺഗ്രസ് പുറത്തിറക്കും. ഇടിയൻ പോലീസുകാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് KC അഭിലാഷ് പറഞ്ഞു. കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ലീലാമ തോമസ്, DCC ജനറൽ സെക്രട്ടറിമാരായ ML ബേബി, TM രാജീവ്, കോൺഗ്രസ് നേതാക്കളായ ഭാസ്കരൻ ആദംകാവിൽ, റോയ് കെ ദേവസി, ബാബു തോമസ്, ബിന്ദു കാട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. നേരെ കൊണ്ടുപോയി PG സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ PG സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അവിടെ കച്ചവടം ഉറപ്പിക്കുകയാണ്. ഇത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരമായി തരാം, പോലീസിന് ഇത്ര രൂപ വേണം എന്ന രീതിയിൽ കച്ചവടം നടന്ന് അന്നത്തെ SI ചില പോലീസുകാരും ആ കച്ചവടത്തിൽ ഭാഗവാക്കായി. അതിന്റെ പേരിൽ ആ ഹോട്ടലിലെ മാനേജരെയും ഔസേപ്പിന്റെ മകനെയും വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി അടിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിൽ തർക്കമുണ്ടെങ്കിൽ പോലീസിന് എന്താണ് അടിക്കാനുള്ള അധികാരം? എവിടെയാ പരാതി കൊടുക്കാം? ഫുഡ് ഇൻസ്പെക്ടർക്കാണ് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി. അവിടെ എന്താണ് പോലീസിന് ആ അതിക്രമം നടത്താൻ അധികാരം? മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ നിക്സൺ ആലപ്പാട്ട് അധ്യക്ഷനായി. മദർ സിസ്റ്റർ സെലസ്റ്റി, കൺവീനർമാരായ ചാൾസ് ആലപ്പാട്ട്, ജോജോ തേക്കാനത്ത്, ജോണി ചിറ്റിലപ്പിള്ളി, ജോജു വകയിൽ, ട്രസ്റ്റിമാരായ ഡേവിസ് വല്ലൂരാൻ, ജിനോ വടക്കൂടൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, കേന്ദ്രസമിതി കൺവീനർ ജോജു എലുവത്തിങ്കൽ, ഏകോപന സമിതി പ്രസിഡന്റ് PP ഡേവിസ് എന്നിവർ പങ്കെടുത്തു. 2026 ജനുവരി 8 മുതൽ 12 വരെയാണ് തിരുനാൾ ആഘോഷം. കമ്മിറ്റി ഓഫീസിന്റെ സ്വാഗത സംഘത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒന്നു ചേർന്നിരിക്കുക. അപ്പോൾ ഇവിടുന്ന് മുതൽ നമ്മുടെ തിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുനാള് ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്നും പ്രത്യേകിച്ചും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയൊക്കെ മാധ്യസ്ഥവും സംരക്ഷണവും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും തിരുനാളിന്റെ എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഏറ്റവും ഭംഗിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ ഇനി വലിയ പള്ളിയിൽ നിന്ന് കുരിശുപള്ളിയിലേക്കുള്ള പ്രദക്ഷിണം ഭക്തി നിർഭരം. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭ മാർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ സ്ലീവ പെരുന്നാളിനോടനുബന്ധിച്ച് 13-ാം തീയതി തിരുനാൾ ദിവസം രാവിലെ പാട്ടുകുർബാനയോടെ അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി. പ്രദക്ഷിണം ശക്തൻ തമ്പുരാൻ നൽകിയ 2 കുത്തുവിളക്കുകൾ, 25 പൊൻകുരിശ്, 20 മുത്തുക്കുടകൾ, നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം വലിയ പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പ്രവേശിച്ചു. അഭിവന്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത നേർച്ചക്കഞ്ഞി ആശീർവദിച്ച് വിതരണം ചെയ്തു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പൂമല SNDP ശാഖാ യോഗത്തിന്റെ ശാഖാ ഓഫീസും കമ്മ്യൂണിറ്റി ഹാളും ഉദ്ഘാടനം തലപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ് നിർവഹിച്ചു. 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷനായി. ഭരതൻ പുളിക്കൻ, VV ശിവദാസൻ, MK ബാബു, ബിനു ശശി, AR ശശി എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി PV റോയ്, കമ്മിറ്റി അംഗം EN പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ അവർ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്ത് ചെയ്യും? കാരണം കനത്ത് പെയ്യുന്ന മഴ. പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തികൾ മാനസികമായി തളർന്നിരിക്കുന്നു. കാരണം പ്രകൃതി അവരെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ അതിനെ പ്രകൃതിയായിട്ടല്ല കാണുന്നത്. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഴയുടെ രൂപത്തിൽ ആ ഭാരവാഹികളെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ ആ ദീർഘവീക്ഷണം എവിടെ പോയി? നിങ്ങളുടെ ആ
മനസ്സ് എവിടെ പോയി? നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് എവിടെ പോയി? അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അന്ന് ആ കനത്ത മഴ. സെൻട്രൽ യോഗത്തിന്റെ നമ്മുടെ ശാഖയുടെ ഓഫീസിന്റെയും അതുപോലെ നമ്മളെല്ലാവരും ഇതുപോലെ ഇരിക്കുന്ന ഒരു വേദി സ്വപ്നം കണ്ട നമ്മളെല്ലാവരും ഒരു ഹാളിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ക്ഷീണമായ പ്രവർത്തനത്തിനാണ് കഴിഞ്ഞ ഏകദേശം 1.5 വർഷം. രാവിലെ മഴ പെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. സാധാരണ മഴ പെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രയാസം തോന്നും, നമ്മൾ എവിടെയാണ് ഈ യോഗം നടക്കുക. എന്നാൽ ഇന്ന് എനിക്ക് മഴ പെയ്തപ്പോൾ ഏറെ സന്തോഷമാണ് തോന്നിയത്. കാരണം മഴ പെയ്താലും നമുക്ക് വന്നിരിക്കാൻ മഴ നനയാത്ത ഒരു ഇടമുണ്ട് എന്ന ഒരു വിശ്വാസം, ആ സന്തോഷവും വല്ലാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വോച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് ടി.വി. ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വോച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ന്യൂനമർദ്ദം രൂപപ്പെട്ടു, 5 ദിവസം മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദമാണിത്. കേരളത്തിൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത്. തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇടവിട്ട ഒറ്റപ്പെട്ട മഴയിൽ നേരിയ വർധനയ്ക്ക് സാധ്യതയുമുണ്ട്. ബൈക്കിൽ വരന്തരപ്പിള്ളിയിലേക്ക് കൊണ്ടുപോകാത്തതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യാജമദ്യക്കേസിലെ പ്രതി ഷിനോജ് റിമാൻഡിൽ. വ്യാജമദ്യ കേസടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ.എൻ, സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ, സുനിൽകുമാർ, അലി, പോലീസ് ഓഫീസറായ മുരുകദാസ്, സജീവൻ, രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ. വീരൂലിപ്പാടം മാർക്കരയിൽ ഉലഹന്നാൻ എന്ന ഓനച്ചൻ നിര്യാതനായി, 85 വയസ്സ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നാലാംകോട് സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെപ്റ്റംബർ 14 അഷ്ടമി രോഹിണി. നാടെങ്ങും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖം മൂടിയണിഞ്ഞ് DIG ഓഫീസിലേക്ക് മാർച്ച്. ദേശീയപാത നിർമ്മാണത്തിലെ ഗതാഗത കുരുക്കും അപാകതകളും പരിഹരിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS രംഗത്തിറങ്ങി.
മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ സ്വാഗത സംഘം ഓഫീസ് വികാരി ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.